ഹലോ മിസ്റ്റർ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലാഡൻഡോന്റെ ഒരു കോംബോയുണ്ട്, അതല്ലാതെ ഒരു സാൻസവേരിയയുടെ ഒരു കോംബോയുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫിലാഡൻഡോന്റെ കോംബോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് അയക്കുവാണ്. അപ്പോൾ ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇന്നത്തെ കോംബോ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു കോംബോയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഫിലാഡൻഡോണും സാൻസവേരിയൊക്കെ ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോംബോ, ഒരു പ്ലാന്റ്സുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്കിലുള്ള പ്ലാന്റ്സുകൾ വേഗത്തിൽ കാണിച്ചു പോകാം കേട്ടോ. നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് സ്റ്റോക്കിലുള്ളത് അഗ്ലോണിമ, ഇത് നമ്മുടെ എന്താ പേൾ ഓഫ് മെലോ ദാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ സൂപ്പർ വൈറ്റ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ, നല്ല അടിപൊളി പ്ലാന്റുകളാണ്, അതൊരു സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഇത് റെഡ് പനാമ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് അത് സ്റ്റോക്കിലുണ്ട് നമുക്ക്. പിന്നെ വരുന്നത് സ്റ്റാർ ഡസ്റ്റ്, ഈ ഒരു ഇതിലുള്ള പ്ലാന്റ് കേട്ടോ. സ്റ്റാർ ഡസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം കളറുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ തൈകളും വരുന്നുണ്ട് സ്റ്റാർ ഡസ്റ്റിനൊക്കെ. പിന്നെ പീസ് ലില്ലി ഇപ്പം മിക്കതിലും തന്നെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാത്തിലും മുട്ടുകളില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഫുൾ പോട്ടായിട്ട് വരുന്നത് കേട്ടോ, അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വലിയ പ്ലാന്റ്സ് ഒത്തിരി ഷൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം വരുന്നതിൽ സൈസുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, പോട്ടുകളുടെ സൈസും പിന്നെ റേറ്റിലൊക്കെ അതനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റോക്ക് വരുമ്പോഴും എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ബോൺസായി ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ വളർത്തിക്കോളൂ. കുറച്ച് ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, ഫൈക്കസ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. കുറച്ചൊക്കെ വെളിച്ചം ആവശ്യമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് ഇതല്ല, കൊണ്ടുവന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, എങ്കിലും തീരെ ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. പിന്നെ പാം വെറൈറ്റി വരുന്നത് ഇത് നമ്മുടെ അരേക്ക പാം, നല്ല ഭംഗിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 20-ന് മുകളിലൊക്കെ തൈകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ കേട്ടോ, 20ഒന്നും അല്ലാന്ന് തോന്നുന്നു. അങ്ങനെ തിക്കായിട്ടൊക്കെ വളർന്നാലാണ് ഹൈറ്റ് വെക്കുമ്പോൾ നല്ല ഭംഗി വരുള്ളൂ. പിന്നെ നമ്മുടെ CC പ്ലാന്റുകൾ, CC ഡ്വാർഫ് ഇങ്ങനെ, ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ടല്ലേ, ഇതിൻ്റെ ചെറിയ സൈസും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫുൾ പോട്ട് വന്നേക്കുന്നത് ഇങ്ങനെ ഇത്രയും ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഓരോ പോട്ടിലും. പിന്നെ പോട്ടുകളുടെ സൈസിൽ ഈ ചില പോട്ടുകളുടെ ഇങ്ങനെ ഒരേ പോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയൊരു വ്യത്യാസം ഒഴിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഈ ഒരു സൈസിലുള്ള പോട്ട്. പിന്നെ നമ്മുടെ നോർമൽ CC പ്ലാന്റ് ഇങ്ങനെ ഈ ഒരു പോട്ടിൽ ഈ സൈസിൽ കേട്ടോ. പിന്നെ ബ്ലാക്ക് CC ഇങ്ങനെ ഈ ഒരു സൈസിൽ. ഇപ്പോൾ ഈ കറുത്ത് കാണുന്നത് ലീഫ് പ്രൊപ്പഗേഷന് വെച്ചേക്കുന്നതാണ്. പിന്നെ അഗ്ലോണിമ പ്ലാന്റ് നമ്മളുടെ ബാത്തിക്, റൂബി ബാത്തിക് ഈ ഒരു കുറേ ഷൂട്ടുകളായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ റബ്ബർ പ്ലാന്റ്, ഈ ഒരു ബർഗണ്ടി കളറ്, ഇത് ഡ്വാർഫ് വെറൈറ്റി. ഇത് മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ റബ്ബർ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ. പിന്നെ ജെയ്ഡ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ് ജെയ്ഡ്. പിന്നെ നമുക്ക് ഫേൺ വെറൈറ്റിയിൽ ഇപ്പോൾ ഇത് മാത്രം നമുക്ക് സ്റ്റോക്കിലുള്ളേ. പിന്നെ ഇന്നത്തെ കോംബോയിലേക്ക് പോകാം. ഇന്നത്തെ കോംബോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഫിലോഡൻഡോൺ വെറൈറ്റി, ഫിലാഡൻഡോന്റെ മെൽനോനി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ്. ഇതൊരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുതിയ സ്റ്റോക്കിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ ആ കോംബോ വാങ്ങിച്ചതിനൊരു നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റുകൾ വരുന്നത്. നല്ല ഭംഗിയിൽ ലീഫൊക്കെ വലുതായിക്കോളും. ഇങ്ങനെ ഒരു പോട്ടിൽ 2 പ്ലാന്റ് കേട്ടോ, ഗോൾഡ് കളറായിട്ട് വരുന്നത്, ഒരു നിയോൺ കളറ്. പിന്നെ നമ്മളുടെ നമ്മളുടെ മൂൺഷൈൻ ഇങ്ങനെ ചില പോട്ടുകളിലൊക്കെ 2 എണ്ണം ഉണ്ട്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പോട്ടിൽ 1 എണ്ണം ഉള്ളൂ കേട്ടോ. 1 എണ്ണമാണ് നമ്മൾ കണക്കാക്കണേ, പക്ഷെ ചിലതിൽ 2ഉം 3കളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളുടെ ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഇങ്ങനെ നമ്മളുടെ ബർക്കിൻ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, ബർക്കിൻ ഇങ്ങനെ സ്ട്രൈപ്പായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു പോട്ടിൽ മിനിമം 3 എണ്ണം, അതിൽ കൂടുതലായിരിക്കും. ഇപ്പം ഈ പോട്ടിൽ 4 എണ്ണം
5 കാണുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട് 5 കാണുന്നുണ്ട്. ചിലതിൽ 6, 7 വരെയൊക്കെ ഞാൻ എണ്ണിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മിനിമം ഒരു 3 എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മാറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ നടാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇങ്ങനെ പോട്ടുകൾ ചേർത്ത് ഇങ്ങനെ ഓരോരോ തൈകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് അങ്ങനെ മാറ്റി മാറ്റി നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. വേരുകൾക്ക് ഒരു ഇതും തട്ടാത്ത രീതിയിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ. അങ്ങനെ ഈ 3 പ്ലാന്റുകൾ കേട്ടോ, ഈ 3 പ്ലാന്റുകളും കൂടെ 750 ആണ്. 750 പ്ലസ് കൊറിയർ, 750 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. സ്റ്റോക്ക് കുറവാണേ, അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് വൈറ്റ് കോങ്കോയും ഇതെല്ലാം കുറച്ചൊക്കെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് കുറച്ച് മാത്രം അവൈലബിൾ ആണ്. അപ്പോൾ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സാൻസവേരിയയുടെ കോംബോ, സാൻസവേരിയ മൂൺഷൈൻ ഇതാ ഇങ്ങനെ ഒരു പോട്ടിൽ മിനിമം 3 ഷൂട്ടായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരേപോലത്തെ തന്നെ 3 ഷൂട്ടുകളാണ്. അതാ ഈ പോട്ടിൽ കണ്ടോ, ഈ പോട്ടിൽ 4 ഷൂട്ട് കാണുന്നുണ്ട്. ഇത് വലിയതും പിന്നെ അത് കുഞ്ഞിതായിട്ട് 3 അങ്ങനെ 4 കാണുന്നുണ്ട്. പലതിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ചിലതിൽ 5 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ. നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക, നമുക്ക് നല്ല വെയിറ്റ് ആയതുകൊണ്ട് കൊറിയർ ചാർജിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ. നല്ല വെയിറ്റാണ്, എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോയുടെ അടുത്ത് മുകളിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ്. ഇത് സാൻസവേരിയ മിക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ. ഫുള്ളായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കുമല്ലോ, അപ്പം അങ്ങനെ ഉള്ളവർ ഇത് വാങ്ങിച്ചോളും. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ബോൺസ്റ്റലാണ്. ഒരു പോട്ടിൽ മിനിമം 2 ഉണ്ടാവും. ഇപ്പം ഇതിൽ 3 കാണുന്നുണ്ട്. ഇത് ഒരു കുഞ്ഞു തൈ, ഇങ്ങനെ ഒരു തൈ, ഇങ്ങനെ അങ്ങനെ 3 കാണുന്നുണ്ട് കേട്ടോ. 3, 4 ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിനിമം 2 എന്തായാലും ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ പോട്ട് സൈഡാണ് വിടുന്നത് കേട്ടോ. ബാക്കിയൊക്കെ പോട്ട് മാറ്റിയിട്ടായിരിക്കും വിടുക. അപ്പോൾ ഇങ്ങനെ 3 പ്ലാന്റ്. ഈ 3നും കൂടെ 800 പ്ലസ് കൊറിയറാണ്, 800 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് തന്നോളൂ കേട്ടോ. ബാക്കി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ പ്ലാന്റ്സുകളും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാമേ, അപ്പോൾ നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കാറ്റലോഗ് തരാൻ അല്ലെങ്കിൽ ചെടികളുടെ ഫോട്ടോ തരാനൊക്കെ പറഞ്ഞിട്ട് അയച്ചാൽ മതി കേട്ടോ. അടിയിലും ഇപ്പോൾ ഒന്നും സ്റ്റോക്കിലില്ല, നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാമേ. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ പോട്ടുകൾ ഉണ്ടായിരിക്കും ഇന്ന് പ്ലാന്റ് ഒഴിച്ച്, ബാക്കി ഒന്നിനും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴി നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. വിതിൻ 2 ഡേയ്സ് നമുക്ക് കേരളത്തിൽ എവിടെയും പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ. പ്ലാന്റ്സ് 2 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല എന്നൊന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണ് പ്ലാന്റ്സ് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 8-9 ദിവസമൊക്കെ കഴിഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സുകൾ കിട്ടിയില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് തരണേ. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഒരു 3 ഡേയ്സ്, ഡൽഹിയൊക്കെ 3 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലാണല്ലോ ഇവിടുന്ന്, അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് തന്നോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ പിന്നെയും പുതിയ സ്റ്റോക്കുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. നല്ല നല്ല പ്ലാന്റ്സുകളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.